CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ആറളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ച ജീപ്പ് പൊന്നാനി വെളിയങ്കോട് വെച്ച് തലക്കീഴായി മറിഞ്ഞു. സ്കൂട്ടർ യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ച പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ടുമറിഞ്ഞെന്നാണ് വിവരം. പോലീസുകാർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ ചാവക്കാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM നേതൃത്വം നൽകുന്ന കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും പദ്ധതികൾ തടഞ്ഞുവെക്കുകയാണെന്നും ആരോപിച്ച് BJP പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടങ്ങോട് പഞ്ചായത്തിലേക്ക് BJP നടത്തിയ സമരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, മെമ്പർ CV സുഭാഷ് എന്നിവർ അറിയിച്ചു. BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിനെതിരെ കേസെടുക്കുന്നതിനെതിരെ BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആരവിനായി കുന്നംകുളത്തെ മത്സ്യമാർക്കറ്റിൽ പുലർച്ചെ ധനസമാഹരണം നടത്തി. ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് കുന്നംകുളം തുറക്കുളം മത്സ്യമാർക്കറ്റിൽ ധനസമാഹരണം നടത്തിയത്. രാഹുൽ ഗാന്ധി ഹിന്ദുത്വ വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദി കുന്നംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പാറന്നൂർ ജനകീയ വായനശാല കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണത്തിനുള്ള പൂക്കൾക്കായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പും പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത, കർഷക സഭ, കാർഷിക സെമിനാർ എന്നിവയ്ക്ക് തുടക്കമായി. ചമ്മന്നൂർ GMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ കമലാ സുരയ്യയുടെ സ്മാരകം സന്ദർശിച്ചു. വിശ്വ എഴുത്തുകാരി കമലാ സുരയ്യയുടെ നാമധേയത്തിൽ നിർമ്മിച്ച കമലാ സുരയ്യ സാഹിത്യ അക്കാദമി സമുച്ചയത്തിലെത്തി അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ കുട്ടികൾ നമ്രശിരസ്കരായി. കുന്നംകുളം നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണം വിപണിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി LLM പരീക്ഷയിൽ 2ാം റാങ്കോടെ മികച്ച വിജയം കരസ്ഥമാക്കിയ കാവ്യ ഉണ്ണികൃഷ്ണനെ K കരുണാകരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വീട്ടുവളപ്പിൽ നിന്നും 9 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ബ്ലാങ്ങാട് വൈലി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന തളിച്ചത്ത് വീട്ടിൽ ബാബുവിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. പൊന്നാനി ഗുരുവായൂർ സംസ്ഥാന പാതയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2020 ലൈഫ് ഗുണഭോക്താക്കൾക്കായുള്ള ഗുണഭോക്തൃ സംഗമം നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. പഴഞ്ഞി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്നം ജൂലൈ 12 മുതൽ നടക്കും. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.